ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മോട്ടിച്ചോർ ലഡു ആട്ടോ. അപ്പോൾ അതായത് സാധാരണ നമ്മുടെ ലഡുവിനേക്കാളും ചെറിയ ചെറിയ മണികളായിരിക്കും. ഇതൊരു ഗീ ലഡു എന്നൊക്കെ പറഞ്ഞും നമ്മൾ മേടിക്കുന്നത് ഈ ലഡു ആട്ടോ. ഗീയിലല്ല ഫ്രൈ ചെയ്തേക്കണം, പക്ഷെ നമ്മൾ ഇച്ചിരി ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് മധുരവും കറക്റ്റ് ആ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇരിക്കുന്നത് കടലമാവാണ്, ബേസൻ പൗഡർ ആട്ടോ. ചില നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്, ചിലത് ഇത്തിരി കോഴ്സ് ആയിട്ട് ഇത്തിരി തെരിത്തെരി പോലെ നമുക്കിങ്ങനെ തൊടുമ്പോൾ ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇത്തിരി തെരിത്തെരി പോലത്തെ ആട്ടോ. ഇപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ 2 കപ്പ് കടലമാവാട്ടോ എടുക്കണേ. അപ്പോൾ നമുക്ക് എപ്പോഴും ലഡു ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പോഴാണ് എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടയൊക്കെ ഒന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ചേർത്ത് ഇതിലേക്ക് നല്ലൊരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആക്കാം കേട്ടോ. ഇവിടെ ചെറിയൊരു ടിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. നമുക്കിത് കട്ട പിടിക്കാതെ വേണം നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം കൂടിയ പോലെ തോന്നും, പക്ഷേ ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആവും കേട്ടോ. ഞാനൊരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കണേ. പിന്നെ ഏത് പൊടിയാണെങ്കിലും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടേ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ചിലപ്പോൾ തിക്കായി വരും. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കപ്പോൾ ഇത്തിരി ഷുഗർ സിറപ്പ് റെഡിയാക്കാം. പാനിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഷുഗർ ജസ്റ്റ് ഒന്ന് മെൽറ്റായി മതി. അതുകൊണ്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു സ്ലൈമി ആയിട്ട് തോന്നും, ചെറിയൊരു വഴുവഴുപ്പായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. നൂൽപ്പരുവോ അങ്ങനെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അങ്ങനെ ഒന്നും ആവാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് ഒരു സ്ലൈമി ആയിട്ട് മാത്രമേ കിട്ടാൻ പാടുള്ളൂ ഷുഗർ സിറപ്പ്. ബൂന്തി ഉണ്ടാക്കാനുള്ള ബാറ്ററി നമുക്കൊരു സിപ്പ് ലോക്ക് ബാഗോ അല്ലെങ്കിൽ നമുക്കൊരു പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കോർണർ പോലെയുള്ളൊരു ബാഗിലേക്ക് വേണം നമുക്ക് ഫില്ല് ചെയ്യാൻ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഇപ്പോൾ തന്നെ ഒരു 5-10 മിനിറ്റ്സ് ആയിപ്പിക്കും തിക്കായി വന്നിട്ടുണ്ട്. ഇതാട്ടോ, ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററി ഇത്തിരി കൂടുതൽ തിക്കായി പോയാൽ ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വീതം വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കി എടുത്തോളാം കേട്ടോ. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തില്ല. ഇപ്പോൾ എനിക്ക് ഈ കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് വറുത്തെടുക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ശരിക്കും ഇത് അവരുണ്ടാക്കുന്നത് ഗീയിലാട്ടോ. അപ്പം നമുക്ക് ഇത്രയും പേരത്തെ ഗീയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഓയിൽ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ഇപ്പോൾ നമുക്ക് ഈ ബൂന്തി വറുത്തിട്ട് കോരാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഒരു പ്ലേറ്റിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി വെക്കുക. അങ്ങനെ ചെറിയ ബൂന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഉള്ള വറുത്ത് കോരുന്ന അരിപ്പയിൽ ചിലപ്പോൾ കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ ഞാൻ ഒരു ചായയൊക്കെ അരിക്കണ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു എളുപ്പത്തിലുള്ള ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്റർ ചൂടായ ഓയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടാറുമ്പോൾ ഒന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒരു തെരി പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒരു സിപ്പ് ലോക്ക് ബാഗിൽ നമുക്ക് ഇത്തിരീശ ഫില്ല് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒഴിക്കണേക്കാളും മുമ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇങ്ങനെ അത് ഞാൻ ബാച്ചസ് ആയിട്ട് ഞാൻ ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്കൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇത്തിരീശ ഞാൻ ഫില്ല് ചെയ്ത് എടുക്കാറുള്ളൂ കേട്ടോ. അവസാനം നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു കട്ട് കൊടുക്കണം കേട്ടോ. ഓയിൽ കറക്റ്റ് ടെമ്പറേച്ചർ ആയാൽ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ബാറ്റർ എടുത്ത് ഈ ഓയിലേക്ക് ഒന്ന് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ബാറ്റർ വീഴുമ്പോഴേക്കും അത് മേലേക്ക് അങ്ങ് ചെറിയ ബോൾസ് പോലെ അങ്ങ് പൊന്തി വരണം. ഇപ്പോൾ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ബാറ്റർ താഴെ അങ്ങ് റെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ നമുക്ക്. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഉപയോഗിച്ച ബാറ്ററിൽ ഇത്തിരി തരി ഉള്ളതുകൊണ്ട് ആട്ടോ ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആവണുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വീണ്ടും ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബൂന്തി ഉണ്ടാക്കുന്ന ടെക്നിക്ക് ഞാനൊരു റീലിൽ കണ്ടതാട്ടോ. പക്ഷെ എനിക്ക് നല്ല കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാട്ടോ. ചെറിയതായിട്ടൊന്ന് കൺട്രോൾ കിട്ടിയാൽ മതി. നമ്മൾ പല തവണയായിട്ടാട്ടോ ബൂന്തീസ് ഉണ്ടാക്കിയെടുക്കണ്ടേ. ഒറ്റയടിക്ക് നമ്മൾ എല്ലാ ബാറ്ററും കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൂന്തിയൊക്കെ കട്ട പിടിച്ച് പോവും. അപ്പോൾ നമ്മൾ ഇത്തിരി സമയം എടുത്ത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ബാച്ചസ് ആയിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ ബൂന്തിയൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി വരും കേട്ടോ. ഒരു 2 മിനിറ്റ് ഒക്കെ മാക്സിമം എടുക്കുള്ളൂ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒന്ന് ഇളക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് ഒരു കലകലാന്ന് സൗണ്ട് കേൾക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതായിട്ടുണ്ടെന്നാണ്. കറക്റ്റ് ഫ്രൈ ആവണേക്കാളും മുമ്പ് നമ്മൾ ബൂന്തി എടുക്കുകയാണെങ്കിൽ ലഡു കഴിക്കുമ്പോൾ നമുക്ക് കടലമാവിൻ്റെ രസമായിരിക്കും കിട്ടുക. ഫ്രൈ ആവണം, ഒന്ന് ഓവർ ഇട്ട് ഫ്രൈ ആവാനും പാടില്ല.
അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ആ ഒരു കലകലാന്ന് സൗണ്ട് ആവുമ്പോൾ നമുക്ക് അങ്ങ് എടുക്കാം കേട്ടോ. അങ്ങനെ ആ മൊത്തം ബാറ്റർ നമുക്ക് ബാച്ചസ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇച്ചിരി വലിയ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ തീരെ പൊടിയാക്കി എടുക്കരുത്, ചെറിയ ചെറിയ തരികളായിട്ട് തന്നെ വേണം കേട്ടോ എടുക്കാൻ. നമ്മൾ ചെയ്യണതേ, നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ബൂന്തിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കുക. അതൊരു ലോ ഫ്ലെയിമിലിടണം. ഈ ബൂന്തി ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഒരു 6 to 8 മിനിറ്റ്സ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തോന്നും ഇതൊന്ന് ഡ്രൈ ആയി വരാമെന്ന് ബൂന്തി. അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു 1/2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിലാണ് ഇടണേ. എന്നിട്ട് പയ്യൊന്ന് വേവിച്ച് വരാം. ഈ ബൂന്തി നന്നായിട്ട് ഷുഗറൊക്കെ അബ്സോർവ് ചെയ്ത് വരണം. ആ ഒരു സ്റ്റേജ് ആവണ വരെ നമുക്കൊരു 6 to 8 മിനിറ്റ്സ് നമ്മൾ ഒന്ന് വേവിച്ചെടുത്താലാണ് ഈ ബൂന്തി നന്നായിട്ട് ഈ ഷുഗർ സിറപ്പൊക്കെ അബ്സോർവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വീതം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ മൊത്തം 1 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഈ പ്രോസസ്സിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയി പോവുകയാണെങ്കിൽ നമ്മൾ ലഡു ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാടൻ ലഡു പോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ള ലഡുവായി വരും. ഇത് ഭയങ്കര സോഫ്റ്റ് അല്ലേ ആവണ്ടേ. ഈ ബൂന്തി നന്നായിട്ട് വെന്ത് ഷുഗർ സിറപ്പൊക്കെ അബ്സോർവ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് നല്ലൊരു ഗീയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗീ ഉരുക്കിയതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മൂടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. നാടൻ ലഡു പോലെ ഭയങ്കര ചൂടിലൊന്നും നമുക്ക് ഉരുട്ടിയെടുക്കണ്ട. ഇതൊക്കെ ഒന്ന് ഇച്ചിരി ചൂടാറി നമുക്കാവുന്ന ചൂടാവുമ്പോൾ നമുക്കതങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഈ ബൂന്തിയുടെ ചൂടൊക്കെ ഒന്ന് ഇച്ചിരി ആറും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ചൂടാറണ്ട, ചെറിയൊരു ചൂടിൽ നമുക്ക് ഈ ബൂന്തിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങ് നന്നായിട്ട് ഷേപ്പായി വന്നോളും. അപ്പോൾ നല്ല മിനുസായിട്ട് നല്ല റൗണ്ട് ആക്കിയിട്ടൊക്കെ ഷേപ്പ് ചെയ്യാൻ നോക്കണം. പറ്റാവുന്നോളം ഒരേ വലുപ്പത്തിലുള്ള ലഡു ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. ഇത് കുറച്ച് പിസ്താഷ്യൂ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ലഡു മുക്കിയിട്ട് ഒന്ന് വെക്കണതാണ്. ഇത് ഞാൻ ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ പിസ്താഷ്യൂ ചേർക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.